നമസ്തേ. ഇന്ന് പുതിയ ശിവൻ്റെ ഒരു ഇത് വരയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ മറ്റേ പെൻസിൽ വെച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മടി കാരണം ഞാനതെടുക്കാൻ മറന്നുപോയെന്നേ. സോ അത് കാരണം ബാക്കിയുള്ളത് കളർ അടിക്കാൻ നോക്കാം. ഞാൻ വലിയ ചിത്രകാരിയൊന്നും അല്ല, പിന്നെ ഇതൊരു രസമല്ലേ, ഒരു ടൈം പാസ്. അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ പറയുക. അതും പറഞ്ഞ് ഞാൻ വലിയ ചിത്രകാരി ഇത് കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു വേണ്ട വലിയ ചിത്രകാരിയാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. ആ പെൻസിൽ വെച്ച് വരച്ച് ഞാനാന്നേ കണ്ട പറയില്ലേ, എനിക്കെന്നെ അത്ഭുതമായി പോയി കണ്ടിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് കളർ അടിച്ച് തീർക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ഇച്ചിരി വേഗം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ക്ഷമ കൂടുതലാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ എനിക്ക് ഇച്ചിരി മടിയും കൂടി വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം കൂടി ആയപ്പോൾ ഒരു പാതി വെച്ച് ചെയ്തേ. ആദ്യത്തെ ഒരു ദിവസം ഇരുന്നിട്ട് കുറച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാത്രി ആകുമ്പോൾ ഇരുന്നിട്ട് കുറച്ച് ചെയ്തു. പകൽ വെളിച്ചത്തിൽ ഇരുന്ന് ചെയ്യണം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ മടി എന്നെ സമ്മതിച്ചില്ല. രാവിലെ മൊത്തം കിടന്നുറങ്ങും, എന്നിട്ട് രാത്രിയാണ് എഴുന്നേറ്റ് ഇരുന്ന് ചെയ്യുന്നത്. അതാണ് ഇതൊന്നും വലിയ ക്ലിയറൊന്നും ഇല്ലാത്ത എൻ്റെ വീഡിയോസിന്. സോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ മറ്റേ ട്രൈപ്പോഡെല്ലാം വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഇരുന്നേ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വെളിച്ചം കാണാത്ത മാതിരിയായി. അത് ലാസ്റ്റ് അച്ഛൻ വന്നു, സുബി ഞാൻ പിടിച്ചരാടിയെന്ന് പറഞ്ഞിട്ട്. പാവം എൻ്റെ അച്ഛൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ വന്നതെന്നുള്ള ഭാവത്തിൽ ലാസ്റ്റ് അച്ഛയ്ക്കൊന്ന് വയ്യെന്ന് വയ്യുണ്ട്. എൻ്റെ തേങ്ങയുണ്ട് കൊണ്ടൊരു പോക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്നത്, ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞിട്ട്. പാവം അമ്മ ചോറിനാൻ വേണ്ടി വിളിക്കാൻ വന്നതാന്നേ. അവനൊന്നും പിടിച്ചോ അമ്മ ഒന്ന് പണ്ട്. അച്ഛൻ എന്നെ ഈസായിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി. അമ്മ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല, രാത്രിയാണോ എൻ്റെ എല്ലാ പണിയെന്ന് പറഞ്ഞ് ലാസ്റ്റ് കുറച്ചിട്ട് ഇരുന്ന് ചെയ്തു. പിന്നെ എനിക്കും പിന്നെ ചോറ് കണ്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാം മുറക്കോടെ ഞാനല്ലാതെ എല്ലാം അവിടെ ഇട്ട് പോയി ചോറിന്ന്. പിന്നെ ബാക്കി ഞാൻ കളർ അടിച്ചത് പിറ്റേന്നാണ്. അടുത്ത ദിവസം ഇരുന്നിട്ട് പിന്നെ വേഗം ഇരുന്ന് കളർ അടിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിള്ളേർ വന്നിട്ട് ചേച്ചി എന്തുവാ ചെയ്യുന്നത്, കൊള്ളൂല വരത്തതെന്ന്. പിന്നെ എനിക്ക് പിന്നെ ജന്മസിദ്ധമായ കഴിവുള്ളതുകൊണ്ട് ഞാനതങ്ങ് അംഗീകരിച്ചു. പിള്ളേർ പറഞ്ഞ ഇവിടെ സത്യമായിരിക്കുമല്ലോ, കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്നുള്ളത് ആയത് കാരണം ഞാൻ ആ പിള്ളേർ പറഞ്ഞത് അപ്പോഴേ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു പറവല്ലേ മക്കളെ, വിട്ടേക്ക്, ചേച്ചി വരയ്ക്കുന്നത് എന്ത് സൂപ്പറാന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. പാവം പിള്ളേർ. പിന്നെ വേറെ വഴിയില്ലല്ലോ, ചേച്ചി പറഞ്ഞാൽ കേൾക്കണമല്ലോ. പിന്നെ ആ പിള്ളേർ ആ വഴിക്ക് വന്നിട്ടില്ല. ചുമ്മാ കള്ളം പറയുന്നതാ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. പിള്ളേരെ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ. വിചാരിക്കും ഞാനിത് ഇന്ന് വിചാരിച്ച് നാളെ വരച്ചൊരു ചിത്രമാണ്. അല്ല, ഇത് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു മാസം മുന്നേ ആലോചിച്ച് വരച്ചപ്പോൾ ഇങ്ങനെയായി. പിന്നെ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആലോചിച്ച് ഇപ്പോൾ ഒരു 3-4 ആയിട്ടുണ്ടാവും. മടി അത് തീരെ നല്ലതല്ല പിള്ളേരെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ ദൈവമേ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളറൊക്കെ ചെയ്യുന്നതാണെന്ന്. സത്യം പറയാലോ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇതിന് എന്ത് കളർ കൊടുക്കുന്നു. എനിക്കാകെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കണ്ടില്ലായിരുന്നു ഫസ്റ്റ്. അതുമാത്രം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കയറി വരിക. അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്ക് ചെയ്യുമ്പോൾ ഐഡിയ ഒന്നും കയറി വന്നില്ല. പിന്നെ അങ്ങനെ ശിവൻ നോർമലി ഒരു നീല കളറൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ള എൻ്റെ ഒരു സങ്കല്പം. സോ ഞാനങ്ങനെ തട്ടിയും മുട്ടിയും ഇതിനെ റെഫറൻസ് പിക്ക് നോക്കിയപ്പോൾ മൊത്തം കൃഷ്ണൻ്റെ. എനിക്കാണെന്ന് വെച്ചാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഉള്ള ഐഡിയയും പിന്നെ ഇല്ലാത്ത ഐഡിയ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് എന്താണ്ടൊക്കെയോ കാട്ടി വെച്ചു. ബട്ട് പറയാലോ, കുഴപ്പമൊന്നുമില്ല, എനിക്കും ഇഷ്ടമൊക്കെ ആയി. പിന്നെ കണ്ടപ്പോൾ നോർമലി എല്ലാവരും പറയും കൊള്ളൂല എന്ന്. അത് ഞാനങ്ങനെ മുൻകൂട്ടി അംഗീകരിക്കുന്ന കാരണം പ്രശ്നമില്ല. സോ ഞാനങ്ങനെ എല്ലാം പെട്ടെന്ന് അംഗീകരിക്കും. ഐ ഡോണ്ട് കെയർ. ഞാൻ അംഗീകരിക്കാത്ത പ്രശ്നം എനിക്കില്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ചോറിനാൻ വിളിച്ച കാരണമാണ് ഞാൻ നേരത്തെ അതെല്ലാം നിർത്തിപ്പോയത്. ചോറ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ മാതിരി അത് മുരിങ്ങക്കൂട്ടം കൂടി ആയിരുന്നു പറയുകയും വേണ്ട എൻ്റെ പൊന്നെ. പിന്നെ അപ്പം തന്നെ ഞാനിതെല്ലാം നിർത്തി. ഇന്ന് തുടങ്ങിയിട്ട് ഇന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, കൃത്യമായി വല്ല പ്ലാനെല്ലാം ചെയ്ത് എല്ലാ പ്ലാനും ഫ്ലോപ്പായിട്ടാണ് ചെയ്ത സംഭവമാണിത്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വോയിസ് ഇടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റേ നിറയെ ശിവൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തോ എനിക്കതിനുള്ള പാട്ടൊന്നും കിട്ടിയില്ല. അത് കാരണം 2 പാട്ട് എനിക്ക് കിട്ടി. ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ആ പാട്ട്. എനിക്കെന്താ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇട്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പെടില്ലായിരിക്കാം. സോ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇട്ടതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും എന്തോ ഈസിയാണ് വരയ്ക്കാനെന്നൊക്കെ കേട്ടോ.
സത്യമായിട്ട് ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് വരച്ച് തുടങ്ങിയത്. പക്ഷെ മൂപ്പരെ വരയ്ക്കാൻ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നമ്മൾ നല്ല പോലെ ഇരുന്ന് കഷ്ടപ്പെടുറേ. ബാക്കിയൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ ചിത്രകാരിയൊന്നും അല്ല, എന്നാലും എനിക്ക് ഇച്ചിരി ഈസി ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. ഇതാണ് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് വരച്ച് തുടങ്ങിയതാണ്. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്തൊക്കെയൊക്കെ ആയി തീർന്നു. എനിക്കറിയാം ആകെ മൊത്തം കുളമായിട്ടുണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനാണെന്ന് വെച്ചാൽ അവിടെയും ഇവിടെ എല്ലാം കൈ കുത്തിയിട്ട് ഉള്ള പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോന്നിട്ടും അപ്പുറത്തുള്ളത് ഇപ്പുറത്തായിട്ടും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചോദിച്ചു പറഞ്ഞത് അത് അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു കിടപ്പുവശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ പാട്ട് നോക്കി സംഭവം പൊളിയാണ്. ഹിന്ദി സൗണ്ടിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ആ പാട്ട്. കേട്ട് നോക്കി ഇഷ്ടമാവാൻ പറയും. എൻ്റെ ഈ ബോറിംഗ് ആയിട്ടുള്ള വർത്തമാനം കേൾക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാ തോന്നുന്നുണ്ട് എനിക്ക് ആ പാട്ട്. സോ ഗൈസ്, നമുക്ക് പാട്ട് കേൾക്കാം. ചിത്രമൊക്കെ അത്രേ ഉള്ളൂ. അവസാനം നോക്ക്, ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ എന്തൊക്കെ അപ്പോൾ കയ്യിൽ കിട്ടിയ കളറെല്ലാം എടുത്തടിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വരച്ച് കഴിഞ്ഞിട്ടുള്ളത്. നോക്കണേ. शंकर शिव भोले उमापति महादेव, शंकर शिव भोले उमापति महादेव, पालनहार परमेश्वर विश्व रूप महादेव, पालनहार परमेश्वर विश्व रूप महादेव। महादेव 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 महेश्वरा, नमो नमो जी शंकरा, भोलेनाथ शंकरा, लोकनाथ शंभु हे शिवाय शंकरा, नमो नमो जी शंकरा, भोलेनाथ शंकरा, रुद्रदेव है। ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ലൈക്കൊക്കെ തന്നോളി, വേറെ പ്രശ്നമൊന്നുമില്ല. താങ്ക് യു.